നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ ഒരു കൊച്ചു ഡാൻസ് വീഡിയോ ആണ്. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്നതാണ്. ഇന്ന് ഞാൻ ധാവണയാണ് ഉടുത്തത്. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്നതാണ്. ഇന്നത്തെ വീഡിയോ ബോട്ടിലാട്ടോ കുക്കിങ്ങോ ഒന്നുമല്ല. ഞാൻ ചെയ്ത ബോട്ടിലാട്ടോ കാണിച്ചു തരികയാണ്. അപ്പം നമുക്ക് കാണാം. ഇതാണ് ഞാൻ ചെയ്തൊരു ബോട്ടിലാട്ട്. ഇത് വിഷ്ണു സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. ശ്രീകൃഷ്ണ ജയന്തിക്ക് ചെയ്തൊരു ബോട്ടിലാട്ടാണിത്. ഇതിപ്പോൾ ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ ഒരു ബോട്ടിലാട്ടാണിത്. എനിക്കിഷ്ടപ്പെട്ട ഒരു ബോട്ടിലാട്ടാണ് ഞാൻ ചെയ്തത് ഏറ്റവും കൂടുതൽ. ഇത് നല്ല സ്മൂത്താണ് കേട്ടോ. നമ്മളെ കൈ ഇതിങ്ങനെ ആക്കിയെന്ന് നമുക്കറിയില്ല ഇതോടെ ഒട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടോ. ഇതിപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുള്ളൊരു ബോട്ടിലാട്ടാണിത്. നല്ലൊരു ബോട്ടിലാട്ടാണ്. ഇതാണ് എൻ്റെ ചേച്ചി. ഇത് അടിപൊളി ബോട്ടിലാട്ടാണ്. ഇവിടെയൊക്കെ ഗിൽറ്റും പിന്നെ ഇവിടെ വൂളൻ ജഡും കൂടിയാണ് ചുറ്റിക്കൊടുത്തത്. ഇതും എനിക്കിഷ്ടപ്പെട്ട ഒരു ബോട്ടിലാട്ടാണ്. ഇതിനും പെയിൻറ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ബോട്ടിലാട്ടിന്. ഈ ഒരു ബോട്ടിലാട്ടിന് വേണ്ടത് ന്യൂസ് പേപ്പറും ഫുഡ് കളറുമാണ്. ഇതുപോലെ ഒരു ബോട്ടിലാട്ടും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൈപ്പക്കുരുവാണ്. ഫ്ലവർ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു ബോട്ടിലാട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ലക്ഷ്മി ദേവിൻ്റെ ഒരു ബോട്ടിലാട്ടാണ്. ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഇത് ഡെക്കോപ്പേജാണ്. ഇത് മാവേലീൻ്റെ ഒരു ബോട്ടിലാട്ടാണ്. ഇതും ഡെക്കോപ്പേജ് വെച്ച് ചെയ്തതാണ്. ഇതിന് വൈറ്റ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓണം സ്പെഷ്യൽ സദ്യയാണ് ഈ ഒരു ബോട്ടിലാട്ട്. കണ്ടില്ലേ, എല്ലാ കൂട്ടുകളും ഉണ്ട്. നല്ല രസമുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും കുറേ ബോട്ടിലാട്ടുണ്ട്. പക്ഷേ ഇനിയും ഇത് കാണിച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ബാക്കിയുള്ള ബോട്ടിലൊക്കെ വഴിയേ കാണാം. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.